ഞങ്ങളാക്കിയ ഈ ഒരു വാഹനം, അതായത് ഈ ഓമിനിയിലാണ് ഞങ്ങൾ ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് ഞങ്ങളാക്കിയ വാഹനം. അപ്പൊ ഇവിടെ ഇപ്പൊ ഇവന് കടത്താൻ വേണ്ടി ഒരു ഷെഡൊക്കെ പണിത് ഇവിടെ മൊത്തം സെറ്റപ്പ് ഒക്കെ പോവാ. ഇപ്പൊ ഇങ്ങനെ കിടക്കുമല്ലേ. അപ്പൊ ഈ വണ്ടിയും കൊണ്ട് ഞങ്ങൾ ചൈന വരെ പോയി നോക്കി, ചൈനയുടെ ബോർഡ് വരെ പോയതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഗിയറൊക്കെ പൊളിഞ്ഞു പോയി. അപ്പൊ ഇതുകൊണ്ട് ഇനി യാത്ര ചെയ്യാൻ പോസിബിൾ അല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഇത് മേടിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അന്ന് കൊറോണ ടൈമിലാ. അപ്പം ഇന്ദ്രയത്തിന്റെ വണ്ടി മാത്രം അന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെടുത്തു. സത്യം പറഞ്ഞ ഒമ്മിനൊക്കെ എനിക്ക് പേടിയുണ്ട്, കാരണം ഈ പിള്ളേരെ പിടിക്കാൻ പറ്റുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞ പേടിപ്പിക്കും. പക്ഷെ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടത്, കുറെ ആൾക്കാർ ഉപജീവന മാർഗമൊക്കെയാണ് ഈ ഓമിനി എന്ന് പറഞ്ഞാൽ. 28,000 രൂപയ്ക്ക് മേടിച്ച 28,000 രൂപയ്ക്ക് മേടിച്ച് ഈ വണ്ടി വെച്ചിട്ടാണ് ഇത് മൊത്തം ഉണ്ടാക്കിയത്. ഈ വണ്ടി കൊണ്ട് ഒരു ഞങ്ങൾ TT എന്ന് വിളിക്കുന്ന ഒരു ട്രാവലർ ഉണ്ട്, അതുണ്ടാക്കി. അതുകൊണ്ട് പോലീസുകാരും ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് വാങ്ങിച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ വാഹനം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാം സമ്പാദിച്ചത്. ഇതെന്താണിത്? ഞാന് ഹോം ടൂറിന് പകരം ഞാൻ മറ്റേ ഔട്ട്ഫിറ്റിന് വേണ്ടി ചോദിക്കേണ്ടി വരും. ഇത് പഞ്ചാബികളുടെ ഒരു പ്രത്യേകതരം വളയാ. ഇത് അമൃത്സറിൽ പോയപ്പോ ഞാൻ 4 പ്രാവശ്യം അമൃത്സറിൽ പോയി, 4 പ്രാവശ്യം പല ടൈപ്പ് വള മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് വാങ്ങിച്ചിട്ടാണ്. ഇത് രണ്ടും ഇതാണ്. ഒന്ന് സ്വയം സുരക്ഷ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ട്, അല്ല അങ്ങനെയല്ല അല്ല അപ്പൊ അങ്ങനെ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. പിന്നെ അഴുക്കുകളൊന്നും അടിക്കില്ല എന്നുള്ളൊരു നോർത്ത് ഇന്ത്യൻ വിശ്വാസം. ഏകദേശം ഒരു 1/2 കിലോ വരും. ചേച്ചി ഇട്ട് നോക്കിയതാ, അല്ല കൈ പിടിച്ചൊന്നും കേസ് വരും, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. ഓക്കെ, കൈമുട്ടൊക്കെ അപ്പൊ അതാണ് ഈ വളയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വീടിനകത്ത് പോവാം. പുറത്തത്തെ ഇവരുടെ വീട് ചേച്ചിക്ക് പുറത്തേക്ക് കൂടുതൽ താല്പര്യം അകമാണ്, കാരണം വെയിലടിക്കുന്നില്ലല്ലോ. മേക്കപ്പ് പോയാലോ അതൊന്നും പറയാൻ പാടില്ല, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമുക്ക് ഇനി അകത്ത് കയറാം. നല്ല വെയിലുണ്ട്. ഇത് ഫാദറിന് ഭയങ്കര താല്പര്യമാണ് ഈ പൂവ്, ഇതേപോലത്തെ സംഭവങ്ങൾ, കിളികള്, കോഴി. ഇതിപ്പോ എത്ര വെയിലാണ് ഇവിടെ ചൂടടിക്കുന്നത്, നല്ല തണുപ്പല്ലേ. രണ്ട് കാര്യമുണ്ട്. അതെ, പിന്നെ അതുപോലെ നമ്മുടെ ഫാദറിന് ഭയങ്കര ഭ്രാന്ത ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാൻ നേരത്തെ ഇപ്പം അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ വണ്ടിയൊക്കെ ഓരോരുത്തരും ഓടിച്ചെടുത്തോണ്ട് വരുന്നത്. ഇതിപ്പോ ചേച്ചി നേരത്തെ ചോദിച്ചില്ലേ, അതായത് ഇതൊക്കെ എന്തിനാ കെട്ടിയെന്ന്. വാ ഇങ്ങോട്ടോ, റാംബോ റാംബോ ബാ 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 ബാ. ഇതാണ് ഞങ്ങളുടെ റാംബോ. അത് കാണിക്കണ്ട, അത് വേണ്ട. അല്ല അത് വേണ്ട, അല്ല കടിക്കൂല, കടിക്കണ്ട, ഞാൻ അടുത്തേക്ക് വരില്ല. ഹായ് റാംബോ. യെസ്, ഇവനാണ് ഞങ്ങളുടെ റാംബോ. അപ്പൊ ഇവന് ഞങ്ങളുടെ കയ്യിൽ